നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വരെ അദ്ദേഹം ജയിലിൽ തുടരേണ്ടി വരും. നിർണായകമായ ചില ചോദ്യങ്ങളാണ് കോടതി ബോബിയോട് ചോദിച്ചിരിക്കുന്നത്. പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് കോടതി പറഞ്ഞു. മാനാഭിമാനം എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് കോടതി ചോദിച്ചു. മജിസ്ട്രേറ്റ് കോടതി രേഖകളെല്ലാം പരിശോധിച്ചില്ല എന്നതടക്കമുള്ള ഒരു വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചു. അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യം ഇല്ല എന്നും സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ മറുപടി പറയാൻ ഇനിയും സമയം അനുവദിക്കണമെന്നും ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കാമെന്നുമായിരുന്നു ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ആ സമയമായിരുന്നു കോടതി പറഞ്ഞത് അത് അങ്ങനെയല്ല, മറിച്ച് മാനാഭിമാനം എല്ലാവർക്കും ഉള്ളതല്ലേ, പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതില്ലേ എന്നതടക്കമുള്ള ചോദ്യം കോടതി മുന്നോട്ട് വെച്ചത്. തനിക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ വാദിച്ചത്. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ വക്കീൽ ഹൈക്കോടതി അറിയിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തൽക്കാലത്ത് ചൊവ്വാഴ്ച വരെ മാറ്റിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച വരെ അദ്ദേഹം ജയിലിൽ തുടരേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയപ്പോൾ കോടതിയിൽ തളർന്നു വീഴുന്ന ബോബി ചെമ്മണ്ണൂരിനെ നമ്മൾ കണ്ടു. മാത്രമല്ല അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണന നൽകുന്നില്ല എന്നതടക്കമുള്ള ഒരു പ്രതിഷേധവുമായി, ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ ഫാൻസ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും വാഹനം തടയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നാടകീയമായ ഒരുപാട് രംഗങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നാടകീയ രംഗങ്ങൾ എല്ലാം ഇനിയും തുടരേണ്ടി വരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇത് FIR റദ്ദാക്കാനുള്ള അപേക്ഷയല്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. കേസിൽ നിർണായകമായത് ഹണി റോസിന്റെ രഹസ്യമൊഴിയെന്ന് കൊച്ചി DCP അശ്വതി ജിജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഹൈക്കോടതിയിൽ കേസെത്തിച്ച് ഇന്ന് തന്നെ അടിയന്തരമായി വാദം കേട്ട് ഇടക്കാല ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് നീക്കം. നിയമത്തിന്റെ സാധ്യതകൾ കൂടുതൽ തേടാനാണ് തീരുമാനം. എന്നാൽ ആ ശ്രമവും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. പരാതിയും മൊഴികളിലുമാണ് എല്ലാം വ്യക്തമായത്. കേസിനാസ്പദമായ അന്വേഷണങ്ങൾ മാത്രമാണ് നടന്നത്. ആദ്യം സമർപ്പിച്ച കേസുകൾ പ്രത്യേകം പരിഗണിക്കും. കസ്റ്റഡിയിൽ വേണമോ എന്നുള്ളത് ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കും എന്നതടക്കമുള്ള പ്രതികരണം DCP അശ്വതി ജിജി നേരത്തെ തന്നെ നടത്തിയിരുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നടി ഹണി റോസിനെ അപമാനിച്ചെന്ന പരാതിയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കളത്തിലിറങ്ങിയത് അഡ്വക്കേറ്റ് B രാമൻപിള്ളയാണ്. പരാതിക്കാരിയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നും അറസ്റ്റിന്റെ പോലും ആവശ്യമില്ലെന്നും രാമൻപിള്ള കോടതിയിൽ വാദിച്ചിരുന്നു. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം പക്ഷേ പ്രോസിക്യൂഷൻ നിഷ്പ്രഭമാക്കിയിരുന്നു. ജാമ്യം നൽകിയാൽ ബോബി ചെമ്മണ്ണൂർ പരാതിക്കാരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കുമെന്നും സൈബർ ഇടത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾ പ്രോത്സാഹനമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളി. ഇന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷയുമായി പോയി. അവിടെ ഈ ഒരു ജാമ്യാപേക്ഷ മാറ്റിവെക്കുന്നു, ചൊവ്വാഴ്ച വരെ മാറ്റിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ചൊവ്വാഴ്ച വരെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു. അതിനിടയിൽ കോടതിയുടെ നിർണായകമായ ചില ചോദ്യങ്ങൾ കൂടി വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.